ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്യാമ. പശ്ചിമബംഗാളിൽ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണം ഇന്ന് വൈകുന്നേരം അവസാനിക്കും. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ബരക്പൂരിൽ റാലിയിൽ പങ്കെടുത്തു. ബിജെപി നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ബഹ്ലയിൽ റോഡ് ഷോ നടത്തി. തൃണമൂൽ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി സ്വന്തം മണ്ഡലമായ ഭവാനിപൂരിലും തൃണമൂൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി റാണാഘട്ട്, ഹൂഗ്ലി, അരംബാഗ്, മഹേഷ്തല എന്നിവിടങ്ങളിലും പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നു. ഈ മാസം 29-ന് 142 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വേനൽക്കാല വസതിയായ ഷിംലയിലെ രാഷ്ട്രപതി നിവാസിലാകും ശ്രീമതി മുർമു തങ്ങുക. ബുധനാഴ്ച ഷിംല ലോക്ഭവനിൽ ഹിമാചൽ പ്രദേശ് ഗവർണർ ഒരുക്കുന്ന വിരുന്നിൽ രാഷ്ട്രപതി പങ്കെടുക്കും. ഇന്ത്യ ന്യൂസിലാൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ ന്യൂഡൽഹിയിൽ ഒപ്പുവച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ, ന്യൂസിലാൻഡ് വ്യാപാര നിക്ഷേപ മന്ത്രി ടോഡ് മാക്ലെ എന്നിവരുടെ അധ്യക്ഷതയിലായിരുന്നു കരാർ ഒപ്പുവച്ചത്. കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര വിശ്വാസത്തിന്റെ പ്രതിഫലനമാണെന്നും ഉഭയകക്ഷി സാമ്പത്തിക വ്യാപാരം ഇരട്ടിയാക്കാൻ ഇത് വഴിയൊരുക്കുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. രാജ്യസഭയിൽ ബിജെപി എംപിമാരുടെ അംഗബലം 113 ഉയർന്നു. ആം ആദ്മി പാർട്ടിയിൽ നിന്ന് രാജിവെച്ച 7 എംപിമാരെ ബിജെപിയിൽ ഉൾപ്പെടുത്തുന്നതിന് സഭാധ്യക്ഷനും ഉപരാഷ്ട്രപതിയുമായ CP രാധാകൃഷ്ണൻ അംഗീകാരം നൽകിയതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇതോടെ രാജ്യസഭയിൽ ആം ആദ്മി പാർട്ടി എംപിമാരുടെ എണ്ണം 3 കുറഞ്ഞു. നിയമസഭാ ദിനമായ ഇന്ന് രാവിലെ സ്പീക്കർ AN ഷംസീർ നിയമസഭാ സമുച്ചയത്തിൽ വാച്ച് ആൻഡ് വാർഡിന്റെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. തുടർന്ന് നിയമസഭയിലെ പ്രതിമകളിൽ പുഷ്പാർച്ചന നടത്തി. നിയമസഭാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി മെയ് 3 വരെ പൊതുജനങ്ങൾക്ക് നിയമസഭാ മന്ദിരവും മ്യൂസിയവും സന്ദർശിക്കാനാവശ്യമായ സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. പാറമേക്കാവ്, തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ ഈ വർഷത്തെ തൃശൂർ പൂരത്തിന് സമാപനമായി. വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലെ ശ്രീമൂലസ്ഥാനത്തെ നിലപാട് തറയിൽ പാറമേക്കാവ്, തിരുവമ്പാടി ഭഗവതിമാരുടെ തിടമ്പേറ്റിയ ഗജരാജന്മാർ മുഖാമുഖം നിന്ന് തുമ്പിക്കയുയർത്തി പരസ്പരം അഭിവാദ്യം ചെയ്തു മടങ്ങി. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ഉപചാരം ചൊല്ലലിന് ശേഷമുള്ള പകൽ വെടിക്കെട്ട് ഉണ്ടായില്ല. രാത്രി ഉത്രമിളക്ക് കൊളുത്തി കൊടിയിറക്കുന്നതോടെ പൂരമഹോത്സവത്തിന് ഔദ്യോഗിക പരിസമാപ്തിയാകും. വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ച വീടുകളിലെ ഗൃഹപ്രവേശന ചടങ്ങ് ഇന്ന് നടന്നു. ആദ്യഘട്ടത്തിൽ 1060 ചതുരശ്രയടി വിസ്തീർണമുള്ള 51 വീടുകളാണ് പൂർത്തിയാക്കിയത്. ഇതോടനുബന്ധിച്ച് വൈകിട്ട് നടക്കുന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. ഇടുക്കി ഇടമലക്കുടിയിലെ റേഷൻ തട്ടിപ്പിൽ ദേവികുളം ഗിരിജൻ സർവീസ് സൊസൈറ്റിക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ഇടുക്കി ജില്ലാ കലക്ടർ ദിനേശൻ ചെറുവാട്ട്. ആവശ്യമെങ്കിൽ ഭരണസമിതി പിരിച്ചുവിടും. 65,000 കിലോ റേഷനരി കാണാതായ സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഇടുക്കി മാങ്കുളത്ത് കാണാതായ ഗ്രാമപഞ്ചായത്ത് അംഗത്തെ കണ്ടെത്തി. 4-ാം വാർഡംഗമായ ധന്യ ഗണേശിനെയായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കാണാതായെന്ന പരാതി ഉയർന്നത്. മാങ്കുളം 50-ാം മൈലിന് സമീപം ആളൊഴിഞ്ഞ വീടിന്റെ ശുചിമുറിയിൽ നിന്ന് അവശനിലയിലാണ് പഞ്ചായത്ത് അംഗത്തെ കണ്ടെത്തിയത്. ഇവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 30-ാം തീയതി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മെയ് 1-ന് പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ വിദ്യാർത്ഥിനിക്ക് സൂര്യാഘാതമേറ്റു. കല്ലറക്കടവ് സ്വദേശി അമല പ്രേമിനാണ് ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കവെ സൂര്യാഘാതത്താൽ ഇടത് കൈക്ക് പൊള്ളലേറ്റത്. വിദ്യാർത്ഥിനിക്ക് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകി. തിരുവനന്തപുരം സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷം സംബന്ധിച്ച് സംവാദം സംഘടിപ്പിക്കും. CMDയുടെ പ്രതിമാസ പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി ഈ മാസം 29-ന് വൈകിട്ട് 5 മണിക്ക് തൈക്കാടുള്ള CMD സിൽവർ ജൂബിലി ഹാളിലാണ് പരിപാടി. ഓൺലൈനിലൂടെയോ നേരിട്ടോ രജിസ്റ്റർ ചെയ്ത് പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ്. സംസ്ഥാനത്ത് ഇന്നും വിവിധയിടങ്ങളിൽ പാമ്പുകടിയേറ്റുള്ള അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജനവാസ മേഖലകളിൽ പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ ഒഴിവാക്കാൻ സംസ്ഥാന ആരോഗ്യവകുപ്പ് ജാഗ്രത തുടരുന്നു. കനിവ് 108-ലൂടെ പ്രഥമ ശുശ്രൂഷയും വിദഗ്ധ ചികിത്സയും ആരോഗ്യവകുപ്പ് ലഭ്യമാകുന്നുണ്ട്. നോർക്ക റൂട്ട്സിന്റെ എറണാകുളം സർട്ടിഫിക്കറ്റ് ഓതന്റിക്കേഷൻ സെന്ററിൽ ഈ മാസം 30 വരെ അറ്റസ്റ്റേഷൻ ഉണ്ടാകില്ലെന്ന് അധികൃതർ അറിയിച്ചു. സാങ്കേതിക കാരണങ്ങളാലാണ് സേവനം താൽക്കാലികമായി നിർത്തിവച്ചത്. കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം വ്യാഴാഴ്ച കൊച്ചിയിൽ നിന്നും യാത്ര തിരിക്കും. 8300-ലധികം തീർത്ഥാടകരാണ് 20 സർവീസുകളിലായി കൊച്ചിയിൽ നിന്നും യാത്ര തിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നും മെയ് 6-നാണ് ഹജ്ജ് യാത്ര ആരംഭിക്കുക. കോഴിക്കോട് നിന്നും മെയ് 15 മുതൽ 18 വരെ സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഹജ്ജ് കമ്മിറ്റി വൃത്തങ്ങൾ അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.